വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് പൂർണ്ണമായും തുറമുഖ സെക്രട്ടറിയിലേക്ക് മാറുന്നതോടെ യു.ഡി.എഫ് സർക്കാർ പിടിമുറുക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ ആയിരുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിനായി അദാനി പോർട്സുമായി കരാർ ഒപ്പിട്ടത് യു.ഡി.എഫ് ഭരണകാലത്താണ്. വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിക്കുമ്പോൾ പൂർണ്ണമായും തുറമുഖം തങ്ങളുടെ പരിധിയിലായിരിക്കണമെന്ന ചിന്ത യു.ഡി.എഫിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് തുറമുഖ വകുപ്പ് വി.ഡി. സതീശൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ ദിവ്യ എസ്. അയ്യരെ തുറമുഖ എം.ഡി. സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. ഈ വിഷയം ഇപ്പോൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നുണ്ട് CPM. വിഴിഞ്ഞം പൂർണ്ണമായും തകർക്കുകയും അദാനിക്ക് തീരെഴുതി നൽകിയെന്നുമൊക്കെ CPM പുതിയ ആരോപണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ദിവ്യയെ മാറ്റി ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ പ്രശ്നവുമായി CPM രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. അതിനുമപ്പുറം ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ. കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്ക് മികച്ച പദവി നൽകേണ്ടതിന് പകരം ഒതുക്കിയത് എന്തിനാണെന്നും ചോദിക്കുന്നുണ്ട് CPM. ഭരണപരമായ തീരുമാനങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് കോൺഗ്രസ് പറയുമ്പോഴും ഇപ്പോഴും പുകയുന്നുണ്ട് ഈ വിഷയം. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതല പൂർണ്ണമായും തുറമുഖ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്. നിലവിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനുമായി തുറമുഖ വകുപ്പ് സെക്രട്ടറിക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റനുബന്ധ കാര്യങ്ങളും സുഗമമാക്കുന്നതിനായി ഭരണതലത്തിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. നിലവിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി സർക്കാർ തലത്തിൽ നിരന്തരമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ദിവ്യയെ മാറ്റിയപ്പോൾ അതിന് CPM എന്തിന് വേവലാതിപ്പെടണമെന്ന ചോദ്യം തിരിച്ചു കോൺഗ്രസ് ചോദിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന്റെ നിലപാടുകളും സമീപനങ്ങളും സജീവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ട്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വിഴിഞ്ഞം പോലൊരു ആഴക്കടൽ തുറമുഖം അത്യന്താപേക്ഷിതമാണെന്ന നിലപാടാണ് UDF എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായാണ് പദ്ധതിക്ക് ജീവൻ വെച്ചതെന്ന് സത്യമാണ്. അദാനി ഗ്രൂപ്പുമായി ഒപ്പിട്ട കരാർ അമിത ആനുകൂല്യങ്ങൾ സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതാണെന്ന വിമർശനം അന്നേ ഉയർന്നിരുന്നു. C&AG റിപ്പോർട്ടിലും കരാറിനെതിരെ പരാമർശങ്ങൾ വന്നിരുന്നു. എന്നാൽ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് സർക്കാർ മുന്നോട്ട് പോയത്. നിലവിൽ തുറമുഖത്തിന്റെ ഓഹരികൾ വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ UDF ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ അറിയാതെ അത്തരമൊരു തീരുമാനം അദാനി ഗ്രൂപ്പ് എടുത്തതിനെതിരെ UDF നേതൃത്വം ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദിവ്യയെ മാറ്റിയത് ഈ കരാറുമായി കൂട്ടി വായിക്കുന്നുണ്ട് പ്രതിപക്ഷം. വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലും മുന്നോട്ട് പോകണമെന്നാണ് UDF നിലപാട്. അത് പലതവണ പാർട്ടി ചൂണ്ടിക്കാട്ടിയിട്ടും ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടതും അതിനെ പ്രായോഗിക തലത്തിൽ എത്തിച്ചതും UDF സർക്കാരാണെങ്കിലും കരാറിലെ സുതാര്യതയും സംസ്ഥാനത്തിന്റെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളിൽ പ്രതിപക്ഷത്തു നിന്നും മറ്റു കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങളെ UDF രാഷ്ട്രീയമായി തന്നെ നേരിടുന്നുണ്ട്.